നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. NH അൻവർ സ്മാരക മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച ദൃശ്യമാധ്യമ സ്റ്റോറിക്കുള്ള അവാർഡ് മാതൃഭൂമി ന്യൂസിന്റെ EV ഉണ്ണികൃഷ്ണന്. പത്രപ്രവർത്തകനുള്ള അവാർഡ് മാതൃഭൂമി പത്രത്തിന്റെ കാഞ്ഞങ്ങാട് സ്റ്റാഫ് റിപ്പോർട്ടർ EV ജയകൃഷ്ണന്. മെയ് 7-ന് അവാർഡ് ദാന ചടങ്ങ് നടക്കും. കുമ്പള കൊലക്കേസിലെ പ്രതികളുടെ കീഴടങ്ങൽ നാടകമെന്ന് സംശയം. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ മണൽ മാഫിയ സംഘം ചരട് വലിക്കുന്നതായും സൂചന. പൊതുവിദ്യാലയ സംരക്ഷണത്തിനായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ മുന്നേറ്റ യാത്രയ്ക്ക് കാസർഗോഡ് നിന്നും തുടക്കമായി. പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്ക് മെയ് 15-ന് തിരുവനന്തപുരത്ത് സമാപനമാകും. കാസർഗോഡ് DCC സംഘടിപ്പിച്ച നേതൃയോഗം KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. TP സെൻകുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി കോടതിയുടെ അനാദരവ് കാട്ടുകയാണെന്ന് ഹസൻ ആരോപിച്ചു. കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ ഹർത്താലിനെതിരെ ഉപവാസ സമരവുമായി കാസർഗോഡ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. മെയ് 4-ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിക്കുന്ന ഉപവാസ സമരം CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. NH അൻവർ സ്മാരക മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ദൃശ്യമാധ്യമ രംഗത്തെ മികച്ച സ്റ്റോറിക്കുള്ള അവാർഡിന് മാതൃഭൂമി ന്യൂസ് ചീഫ് റിപ്പോർട്ടർ EV ഉണ്ണികൃഷ്ണനും മികച്ച പത്രപ്രവർത്തകനുള്ള അവാർഡിന് മാതൃഭൂമി കാഞ്ഞങ്ങാട് സ്റ്റാഫ് റിപ്പോർട്ടർ EV ജയകൃഷ്ണനും അർഹനായി. മെയ് 7-ന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന NH അൻവർ അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകനും സ്കിന്നേഴ്സ് കാസർഗോഡിൻ്റെ പ്രസിഡന്റുമായിരുന്ന NH അൻവറിൻ്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ ജില്ലാതല മാധ്യമ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. ദൃശ്യമാധ്യമ രംഗത്തെ മികച്ച സ്റ്റോറിക്കുള്ള അവാർഡിന് മാതൃഭൂമി ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ EV ഉണ്ണികൃഷ്ണൻ അർഹനായി. മികച്ച പത്രവാർത്തയ്ക്കുള്ള അവാർഡ് മാതൃഭൂമി പത്രത്തിൻ്റെ കാഞ്ഞങ്ങാട് സ്റ്റാഫ് റിപ്പോർട്ടർ EV ജയകൃഷ്ണന് ലഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും കീടനാശിനികളുടെ ഉപയോഗവും കൗവായിക്കായലിൽ വരുത്തിയ മാറ്റങ്ങളും പ്രത്യാഘാതങ്ങളും സംബന്ധിച്ച് മാതൃഭൂമി ന്യൂസിൽ വന്ന സ്റ്റോറിയാണ് EV ഉണ്ണികൃഷ്ണനെ അവാർഡിന് അർഹനാക്കിയത്. അശാസ്ത്രീയ മീൻപിടുത്തം സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ താളം തെറ്റിക്കുന്നതിനെക്കുറിച്ച് മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് EV ജയകൃഷ്ണനെ അവാർഡിന് അർഹനാക്കിയത്. ജലമില്ലെങ്കിൽ ജീവനില്ല എന്ന ടൈറ്റിലിൽ നീലേശ്വരം സീനെറ്റ് ചാനലിൻ്റെ പ്രകാശ് കുട്ടമത്ത് തയ്യാറാക്കിയ ന്യൂസ് സ്റ്റോറി ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹമായി. COA ജില്ലാ കമ്മിറ്റിയും കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരു വട്ടം കൂടിയും സ്കിന്നേഴ്സ് കാസർഗോഡും സംയുക്തമായാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. പ്രൊഫസർ MA റഹ്മാൻ, GB വത്സൻ, സണ്ണി ജോസഫ്, TA ഷാഫി എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചത്. കാഞ്ഞങ്ങാട് മാതൃഭൂമി റിപ്പോർട്ടർ എഴുതിയ അദ്ദേഹത്തിൻ്റെ പേര് EV ജയകൃഷ്ണൻ. അതിൻ്റെ ടൈറ്റിൽ അശാസ്ത്രീയമായ മീൻപിടുത്തം സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ തെറ്റിക്കുന്നു. ഇത് മാതൃഭൂമിയിൽ 4 ലക്കങ്ങളായി വന്നിട്ടുള്ള വാർത്താ പരമ്പരയാണ്. അതിനാണ് അൻവർ സ്മാരക ജില്ലാതല പ്രിൻ്റ് മീഡിയ മാധ്യമ പുരസ്കാരം. രണ്ടാമത്തത് വിഷ്വൽ മീഡിയയാണ്. മാതൃഭൂമി ന്യൂസിൽ സംപ്രേഷണം ചെയ്ത EV ഉണ്ണികൃഷ്ണൻ്റെ കാലാവസ്ഥാ വ്യതിയാനവും കീടനാശിനി ഉപയോഗവും കൗവായിക്കായലിൽ വരുത്തിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്ന വാർത്താധിഷ്ഠിത പ്രോഗ്രാമിനാണ്. ഈ 2 റിപ്പോർട്ടുകളും കേരളത്തിലെ മറ്റു ജില്ലകളിൽ അല്ലെങ്കിൽ പൊതു കേരളത്തിലെ വാർത്തകൾ എടുത്താൽ അതിനോട് കിടപിടിക്കുന്നതും നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സാധാരണ ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ ജനകീയമായ റിപ്പോർട്ടുകളാണ് 2 വസ്തുതകളെ കൊണ്ട് ആധികാരികമാക്കാനും അതിനെ ഫലപ്രദമായി അതിൻ്റെ ഫലത്തെ, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് അധികാരികൾ അതിൽ റിയാക്ട് ചെയ്തത്, അത് മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരുവാനും ഈ 2 റിപ്പോർട്ടുകൾക്കും കഴിയുന്നു എന്നുള്ളതാണ്. സീനെറ്റിലെ പ്രകാശ് കുട്ടമത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാംസ്കാരികമായി ഒരു ജനത ഈ വെള്ളത്തിന് വേണ്ടി പൊരുതുന്നതിൻ്റെ ചില സൂചനകളും ഒരു കേബിൾ ചാനലായിട്ട് പോലും അത് കാണിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ജൂറി പരാമർശം അന്താരാഷ്ട്ര ജലവർഷത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. മെയ് 7-ന് 3 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന അൻവർ ഓർമ്മ അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അനുസ്മരണ പരിപാടി ഫ്ലവേഴ്സ് ചാനൽ MD R ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്യും.
മീഡിയ വൺ ചീഫ് എഡിറ്റർ CL തോമസ് അവാർഡ് ജേതാക്കൾക്ക് പുരസ്കാരം സമ്മാനിക്കും. ദി ഹിന്ദു ഫ്രണ്ട് ലൈൻ പൊളിറ്റിക്കൽ എഡിറ്റർ വെങ്കടേഷ് രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. വിവിധ നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ MA റഹ്മാൻ, സതീഷ് K പാക്കം, M ലോകിതാക്ഷൻ, ബപ്പടി മുഹമ്മദ് കുഞ്ഞി, PM കബീർ, MR റജിയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കുമ്പള കൊലക്കേസിലെ പ്രതികളുടെ കീഴടങ്ങൽ നാടകമെന്ന സംശയം. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനും മണൽ മാഫിയ സംഘം ചരട് വലിക്കുന്നതായും സൂചനയുണ്ട്. കീഴടങ്ങിയവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കൊലപാതകം ആസൂത്രണം ചെയ്ത 2 പേർ കർണാടകയിൽ ഒളിവിലെന്നും സൂചന. കേസിൽ അവശേഷിക്കുന്ന 2 പേരെ പിടികൂടുകയും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നതോടെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് കുമ്പള CI VV മനോജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം മൊഗ്രാൽ മാളിയങ്കര കോട്ടയിലെ വിജനമായ പ്രദേശത്താണ് അബ്ദുൽ സലാം ദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്തായ നൌഷാദിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റ് 2 പേർക്കും അക്രമത്തിൽ പരിക്കേറ്റിരുന്നുവെങ്കിലും ഇരുവരും പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. മംഗളൂരുവിലെ ആശുപത്രിയിൽ കഴിയുന്ന നൌഷാദിന്റെ മൊഴിപ്രകാരം 8 പേർക്കെതിരെയാണ് കുമ്പള പോലീസ് കേസെടുത്തിട്ടുള്ളത്. സിദ്ദിഖ് എന്ന മാങ്ങാമുടി സിദ്ദിഖ്, ഫാറൂഖ്, സഹീർ എന്നിവർക്കും കണ്ടാലറിയുന്ന മറ്റ് 5 പേർക്കുമെതിരെയാണ് കേസ്. മണൽ കടത്തുമായി ബന്ധപ്പെട്ട് കുടിപ്പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടെ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണങ്ങൾ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. പൊതുവിദ്യാലയ സംരക്ഷണത്തിനായി ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ AKSTU സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ മുന്നേറ്റ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. ജാഥ പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മെയ് 15-ന് ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിജയിപ്പിക്കുക, കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ കാവിക്കച്ചവട നയം തിരുത്തുക തുടങ്ങി വിവിധ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വച്ചാണ് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ AKSTUവിൻ്റെ പൊതുവിദ്യാഭ്യാസ മുന്നേറ്റ യാത്ര ആരംഭിച്ചത്. AKSTU ജനറൽ സെക്രട്ടറി N ശ്രീകുമാർ നയിക്കുന്ന ജാഥ കാസർഗോഡ് CPI നേതാവ് പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AKSTU സംസ്ഥാന പ്രസിഡന്റ് OK ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, R സജിലാൽ, നാരായണൻ പേരിയ, KV കൃഷ്ണൻ, നരേഷ് കുമാർ, മുൻ MLA N നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരുടെ കലാജാഥയും സംഘടിപ്പിച്ചു. മെയ് 15-ന് ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. സമാപന ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് തുടങ്ങി വിവിധ നേതാക്കൾ സംബന്ധിക്കും. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് DCC സംഘടിപ്പിച്ച നേതൃയോഗം KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. TP സെൻകുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി കോടതിയോട് അനാദരവ് കാട്ടുകയാണെന്നും ഹസൻ ആരോപിച്ചു. കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. TP സെൻകുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതിയോട് അനാദരവ് കാട്ടുകയാണെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ ആരോപിച്ചു. സെൻകുമാർ വിധി നീതിയുടെ വിധിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോലീസ് മേധാവിയായി പുനർനിയമനം നൽകാത്തത് പിടിവാശി മൂലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെൻകുമാറിൻ്റെ നിയമന കാര്യത്തിൽ സുപ്രീം കോടതി വിധി മുഖ്യമന്ത്രി പറഞ്ഞു നീതിയുടെ വിജയമാണ്. നീതിയുടെ വിജയമാണെങ്കിൽ അത് അപ്പം നടപ്പിലാക്കണ്ടേ? അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പിടിവാശിയാണ് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ നിയമനം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അതിലേക്ക് വയ്ക്കാം, ഇതിൽ വയ്ക്കാതിരിക്കാം എന്നുള്ള വാശിയാണോ എന്ന സംശയം ആളുകളുടെ മനസ്സിലുണ്ട്. മുഖ്യമന്ത്രി കോടതി വിധി നടപ്പിലാക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും കോടതിയോടുള്ള അനാദരവാണ്, കോർട്ട് ലക്ഷ്യമാണ്. കാസർഗോഡ് DCC സംഘടിപ്പിച്ച നേതൃയോഗം ഉദ്ഘാടനം ചെയ്യാനെത്തവേ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ സുരക്ഷ ശക്തമാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ LDF സർക്കാരിനെയും MM മണിയെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ് നമ്മുടെ 2 മന്ത്രിമാർ സ്ത്രീകളെ അപമാനിച്ചതിന് ഒരാൾ രാജിവെച്ച് ഒരാൾ രാജിയുടെ മുമ്പിൽ നിൽക്കുക. ആ കൂട്ടത്തിൽ നമ്മുടെ ഒരു ചീഫ് സെക്രട്ടറി, ഒരു വനിതാ സെക്രട്ടറി, വനിതയാണ് ശ്രീമതി നളിനി ലിറ്റു, അവരെ ഈ കാര്യത്തിൽ അവർക്ക് ജയിലിലടക്കേണ്ട ഒരു സ്ഥിതി കൂടി വന്നാൽ എന്തായിരിക്കും ഈ സംസ്ഥാനത്തിൻ്റെ ഒരു അവസ്ഥ? തുടർന്ന് DCC സംഘടിപ്പിച്ച ജില്ലാ നേതൃയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവിയും ജില്ലയിലെ പരിപാടികൾക്കായി എത്തിയിരുന്നു. നേതൃയോഗത്തിൽ വിവിധ നേതാക്കൾ സംബന്ധിച്ചു. തുടർന്ന് നേതാക്കൾ റിയാസ് മൗലവി കൊല്ലപ്പെട്ട ചൂരി ജുമാ മസ്ജിദും സന്ദർശിച്ചു.
ന്യൂസ് ഡെസ്ക് KCN. ജില്ലയിൽ അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലിനെതിരെ കാസർഗോഡ് വ്യാപാര വ്യവസായി ഏകോപന സമിതി രംഗത്ത്. മെയ് 4-ന് പുതിയ ബസ് സ്റ്റാൻഡ് ഉപ്പുമരച്ചുവട്ടിൽ ഉപവാസം നടത്തുമെന്ന് നേതാക്കൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ CR നീലകണ്ഠൻ ഉപവാസം ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അടിക്കടി ഉണ്ടാകുന്ന ഹർത്താൽ പ്രഖ്യാപനത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തുന്നു. മെയ് 4-ന് രാവിലെ 10 മുതൽ 5 വരെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒപ്പുമരച്ചുവട്ടിലാണ് പരിപാടി. പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യുന്ന ഉപവാസ സമരത്തിൽ K അഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിക്കും. അനിഷ്ട സംഭവങ്ങൾ നടന്നാൽ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ രാഷ്ട്രീയ നിറങ്ങൾ നൽകി ഉടനടി പ്രഖ്യാപിക്കുന്ന സമരമായി മാറിയിരിക്കുകയാണ് ഹർത്താൽ എന്നും ഇത് പൊതുജനത്തെ ഏറെ കഷ്ടത്തിലാക്കുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മറ്റന്നാൾ വ്യാഴാഴ്ച 4-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കാസർഗോഡ് ജില്ലയിലെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലിനെതിരെയും ഒരു കൂട്ട ഉപവാസം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രശസ്ത സാഹിത്യകാരൻ CR നീലകണ്ഠനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ K അഹമ്മദ് ഷെരീഫ്, T ജോസ് തയ്യിൽ, K നാഗേഷ് ഷെട്ടി, K മണികണ്ഠൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ KMCSU കണ്ണൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ വളർന്നു വരികയാണ്. ലോകത്തിൽ അസമത്വം കൊണ്ട് കൂടുകയാണ്. ഓരോ രാജ്യങ്ങളുടെയും പ്രകൃതി വിഭവങ്ങളെയും മനുഷ്യശേഷിയെയും അതിക്രൂരമായി കൊള്ളയടിച്ചുകൊണ്ട് വളർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ ആകെ കീഴടക്കാൻ വെമ്പൽ കൊള്ളുന്ന ശക്തികൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ലോകത്തിൽ. KMCSU ജില്ലാ പ്രസിഡന്റ് K സുധീർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ A പ്രദീപ്, K ഭാസ്കരൻ, മുഹമ്മദ് ഹനീഫ, M പ്രശാന്ത് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഗോൾഡൻ ജൂബിലി ആഘോഷ നിറവിൽ ഉദുമ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ജൂബിലിയോടനുബന്ധിച്ച് മെയ് 7-ന് ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ഉദുമ MLA K കുഞ്ഞിരാമൻ നിർവഹിക്കും. ഉദുമ പീപ്പിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് മെയ് 7-ന് ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിൽ KSM ഗ്രൂപ്പ് ഓഫ് കമ്പനി ദോഹ ഖത്തർ സ്റ്റേഡിയത്തിൽ വെച്ച് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. പരിപാടി ഉദുമ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ ക്ലാസുകളും മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കും. 17 മെയ് മാസം 7-ാം തീയതി ഉത്തര കേരളത്തിൽ ക്ഷണിക്കപ്പെട്ട ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇൻവിറ്റേഷൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അത് ഉദുമ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KSM ഗ്രൂപ്പ് ഓഫ് കമ്പനി ദോഹ ഖത്തർ സ്റ്റേഡിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉദുമ MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ്. അതിനകത്ത് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, മെഡിക്കൽ ക്യാമ്പുകൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, സൗജന്യ ട്യൂഷൻ ക്ലാസ്സുകൾ, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ജനകീയ വായനശാല, പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാസന്ധ്യ, മറ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിങ്ങനെയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ K സന്തോഷ് കുമാർ, TV കൃഷ്ണൻ, VV അശോകൻ, അബ്ബാസ് പാക്യാര തുടങ്ങിയവർ സംബന്ധിച്ചു. മധു ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ പ്രധാനാധ്യാപകൻ M സീതാരാമയ്ക്ക് യാത്രയയപ്പ് നൽകി. സ്കൂൾ PTA നേതൃത്വത്തിൽ നടന്ന പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA നേതൃത്വത്തിൽ നടന്ന പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഏത് ഭരണം വന്നാലും ഈ ജനങ്ങൾക്ക് പത്രത്തിൽ വായിക്കാൻ കഴിയുന്നതാണ് അഴിമതിയെക്കുറിച്ച് അല്ലെങ്കിൽ കൈക്കൂലിയെക്കുറിച്ച്. അത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചും ഇങ്ങനെ കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊക്കെയുള്ള ഒരു ആരോപണം അവർ കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ നടത്തുന്നില്ല എന്നാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, ഏതെങ്കിലും സ്കൂളിലെ ഒരു അധ്യാപകൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് ഇന്ന് വരെ നമുക്ക് പത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ടോ?
ഒരു സ്കൂളിലെ അധ്യാപകൻ കൈക്കൂലി വാങ്ങി അല്ലെങ്കിൽ അഴിമതി നടത്തി എന്ന് നമുക്ക് എപ്പോഴെങ്കിലും പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അധ്യാപക ജോലിയുടെ പ്രത്യേകത. പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വെച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സീതാരാമയെ ആദരിച്ചു. ಒಂದು ಸ್ಮರಣಿಕೆನ ತಯಾರು ಮಾಡಿದೆ. ಆ ಸ್ಮರಣಿಕೆ ಅವರಿಗೆ ಒಂದು ಉಪಹಾರವನ್ನು ನೀಡ್ತಾರೆ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆ ಶ್ರೀಮತಿ ಮಾಲತಿ ಸುರೇಶ್ ಅವರು. ശ്രീ ബൊട്ടജി യക്ഷഭാരതി. ചടങ്ങിൽ താരാനാഥ മധൂർ, ഉളിയത്തായ വിഷ്ണു അസ്ര, ബാലകൃഷ്ണ അഗിത്തായ, യോഗീഷ് MR, വി നാരായണ അയ്യർ, മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, സദാശിവ ഭട്ട്, ദേവകി ദേവി, അരവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. KPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിബി കൊടിയം കുന്നേൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ധർണയിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് N. കേളു നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. അശോകൻ പൊയ്നാച്ചി, ഇമ്മാനുവൽ, സുഭാഷ് നാരായണൻ, മുജീബ് അഹമ്മദ്, റഹ്മാൻ ഐഡിയൽ, ജനാർദ്ദനൻ മേലത്ത്, റെജി മാത്യു, K. പ്രഭാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അനൂപ് കളനാട് സ്വാഗതവും സിറാജുദ്ദീൻ നന്ദിയും പറഞ്ഞു. ഏകാഭിനയ രംഗത്ത് തന്റേതായ പാത തീർത്ത് 25 വർഷം പൂർത്തിയാക്കിയ ശശി മാഷിന് നീലേശ്വരത്ത് ആദരം. വിപുലമായ രീതിയിലാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. ഏകാഭിനയ രംഗത്ത് തന്റേതായ പാത തീർത്ത് 25 വർഷം പൂർത്തിയാക്കിയ ശശിമാഷ് നീലേശ്വരത്തിന് ആദരം. വിപുലമായ പരിപാടികളോടെ നടന്ന ആദരിക്കൽ ചടങ്ങിൽ പ്രമുഖരാണ് പങ്കെടുത്തത്. ഏകാഭിനയ രംഗത്ത് 1/4 നൂറ്റാണ്ട് പിന്നിട്ട് നീലേശ്വരത്തിന്റെ അഭിമാനമായ ശശിമാഷ് നീലേശ്വരത്തിന് അർഹിച്ച ആദരമാണ് ലഭിച്ചത്. നീലേശ്വരം രാജാസിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം സുധീർ കരമന മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചുരുക്കത്തിൽ ഈ നാടക റിഹേഴ്സൽ കണ്ടുകൊണ്ടിരുന്ന ഒരാള് വന്ന് ഞാൻ ചെയ്യാം എന്ന് പറയുകയും എൻ്റെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് ഡയലോഗ് മുഴുവൻ എൻ്റെ കൂടെ നിന്ന ആളാണ്, അറിയാമായിരുന്നു, അത് ചെയ്യുകയും അതാണ്. സാഹിത്യകാരന്മാരായ അംബികാസുധൻ മാങ്ങാട്, സന്തോഷ് ഏച്ചിക്കാനം, AV ലക്ഷ്മി, പത്രവളപ്പിൽ കുഞ്ഞിരാമൻ, രാജമോഹൻ നീലേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പ ബൈജു പ്രശാന്ത് കലാസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തു പറയണം എന്നെനിക്കറിയില്ല, പക്ഷെ എന്തുകൊണ്ടോ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. എനിക്കൊന്നും അറിയില്ല കേട്ടോ, പക്ഷെ എനിക്ക് അത്രയും എന്തോ ഫീൽ ചെയ്യുന്നു. ചിലരെ ചില ആൾക്കാരെ കാണുമ്പോൾ അത്രയും ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സിനുടമയാണെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറയുകയാണ് കേട്ടോ. എനിക്കൊന്നും അറിയില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞു ഫീൽ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അത്രത്തോളം അനുഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ശിഷ്യൻ ഇന്നിവിടെ എല്ലാവർക്കും പ്രചോദനമാകാൻ കഴിയുന്നത്. ഡോക്ടർ V. സുരേശൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ സ്വാഗതവും MV ഭരതൻ നന്ദിയും പറഞ്ഞു. പ്രശസ്ത നർത്തകനായ GK ശ്രീഹരി, മനൂപ്, ശ്രുതി B. ചന്ദ്രൻ എന്നിവരുടെ രംഗപൂജയോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. വിവിധ കലാപരിപാടികളും അരങ്ങേറി. തോളനി മഠപുര, ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, ഗോപുരം, മേൽപ്പന്തൽ, ഊട്ടുപുര എന്നിവയുടെ സമർപ്പണം. അടോട്ട് വലിയ തൈവളപ്പ് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ഭക്തജനങ്ങളുടെ ആരാധനാമൂർത്തിയായ വയനാട്ടുകുലവൻ തെയ്യം ഐതിഹ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. അടോട്ട് വലിയ തൈവളപ്പ് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. വടക്കേ മലബാറിലെ തീയ സമുദായത്തിൽപ്പെട്ടവരുടെ പ്രധാന ആരാധനാമൂർത്തിയാണ് വയനാട്ടുകുലവൻ. വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ ഉത്ഭവം ശൈവകഥകളുമായി ബന്ധപ്പെട്ടതാണ്. ശിവപാർവതിമാർ കാട്ടിൽ വേടരൂപം പൂണ്ട് വേട്ടയാടി കേളികളിലേർപ്പെട്ട കാലം പെട്ടെന്ന് മോഹാവേശിതനായ ഭഗവാൻ പാർവതിയെ കാമപൂർത്തീകരണത്തിന് ക്ഷണിച്ചെങ്കിലും പാർവതി വഴങ്ങിയില്ല. സ്ഖലനം സംഭവിച്ചപ്പോൾ നിലത്തുവീണ ശിവരേതസിൽ നിന്നും 3 വൃക്ഷങ്ങൾ മുളച്ചു വളർന്നു. തേന്മകൾ എന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നും ഒലിച്ചു വന്ന മധു ശിവൻ പാനം ചെയ്തു. മദ്യലഹരിയിൽ ലയിച്ച പരമശിവൻ മതോന്മത്തനായി താണ്ഡവ നൃത്തം ആരംഭിച്ചു. ഭയചകിതയായ പാർവതീദേവി തേന്മകളുടെ ചുവട്ടിലെ മദ്യപ്രവാഹത്തെ കൈകൊണ്ട് തടവി വൃക്ഷത്തിന്റെ മുകളിലേക്ക് എത്തിച്ചു. പിറ്റേന്ന് വൃക്ഷച്ചുവട്ടിലെത്തിയ പരമശിവൻ മദ്യം കിട്ടാതെ അത്യാധികം രോഷാകുലനായി തന്റെ വലം തുടയിൽ തല്ലിയപ്പോൾ ശിവാംശത്തിൽ നിന്ന് ആദിദിവ്യൻ അഥവാ ആദിതീയൻ പിറവിയെടുത്തെന്നാണ് ഐതിഹ്യം.
പരമേശ്വരന്റെ അംശാവതാരമായ ആദിതീയനാണ് വയനാട്ടുകുലവനായി ഭൂമിയിൽ അവതരിച്ചത് എന്നാണ് വയനാട്ടുകുലവന്റെ ഐതിഹ്യം. മുള്ളമ്പും മുളവില്ലും കന്നക്കത്തിയും കൈമേൽച്ചൂട്ടും വട്ടമുടിയും പൊയ്ക്കണ്ണുകളുമായി മരക്കളത്തിൽ വയനാട്ടുകുലവൻ നിറഞ്ഞാടി. ഈ ദർശന സൗഭാഗ്യം തേടി അടോട്ട് വലിയ തൈവളപ്പ് തറവാട്ടിലേക്ക് നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. എൻ.എച്ച്. അൻവർ സ്മാരക മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച ദൃശ്യമാധ്യമ സ്റ്റോറിക്കുള്ള അവാർഡ് മാതൃഭൂമി ന്യൂസിന്റെ EV ഉണ്ണികൃഷ്ണന്. പത്രപ്രവർത്തകനുള്ള അവാർഡ് മാതൃഭൂമി പത്രത്തിന്റെ കാഞ്ഞങ്ങാട് സ്റ്റാഫ് റിപ്പോർട്ടർ EV ജയകൃഷ്ണന്. മെയ് 7-ന് അവാർഡ് ദാന ചടങ്ങ് നടക്കും. കുമ്പള കൊലക്കേസിലെ പ്രതികളുടെ കീഴടങ്ങൽ നാടകമെന്ന് സംശയം. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ മണൽ മാഫിയ സംഘം ചരട് വലിക്കുന്നതായും സൂചന. പൊതുവിദ്യാലയ സംരക്ഷണത്തിനായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ മുന്നേറ്റ യാത്രയ്ക്ക് കാസർഗോഡ് നിന്നും തുടക്കമായി. പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്ക് മെയ് 15-ന് തിരുവനന്തപുരത്ത് സമാപനമാകും. കാസർഗോഡ് DCC സംഘടിപ്പിച്ച നേതൃയോഗം KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. TP സെൻകുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി കോടതിയുടെ അനാദരവ് കാട്ടുകയാണെന്ന് ഹസൻ ആരോപിച്ചു. കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ ഹർത്താലിനെതിരെ ഉപവാസ സമരവുമായി കാസർഗോഡ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. മെയ് 4-ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിക്കുന്ന ഉപവാസ സമരം CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.